പ്രാർത്ഥന എങ്ങനെയായിരുന്നു ഈ ഒരു ജേർണിയെ പറ്റി, ആൽഫയിലെ ഒരു പഠന രീതിയെ പറ്റിയും ജേർണിയെ പറ്റിയും ഒന്ന് ഡിസ്കസ് ചെയ്യാമോ? ആൽഫയിലെ ജേർണി വളരെ നന്നായിരുന്നു. ടീച്ചേഴ്സും നല്ലപോലെ ക്ലാസ് എല്ലാം നല്ലതായിരുന്നു. പിന്നെ ത്രൂ ഔട്ട് അവരുടെ ഒരു ഗൈഡൻസും കാര്യങ്ങളൊക്കെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. അതായത് എക്സാമിന് വളരെയായിട്ട് ഉപകാരപ്പെട്ട്. പിന്നെ എക്സാം കുഴപ്പമില്ലായിരുന്നു, അഡ്മിഷൻ കിട്ടി, ഹാപ്പി ആയിട്ടിരിക്കും. അതുപോലെ എങ്ങനെയാണ് പ്രാർത്ഥനയുടെ ഒരു സ്റ്റഡി രീതികൾ ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണെന്നൊന്ന്? ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം മോർണിംഗ് സെക്ഷൻ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് സെൽഫ് സ്റ്റഡിക്കും ടൈം തരുന്നുണ്ടായിരുന്നു. പിന്നെ ഡൗട്ട്സും ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഹോസ്റ്റലിലാണെങ്കിൽ തന്നെ ഹോസ്റ്റലിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ നമ്മുടേതായ സെൽഫ് സ്റ്റഡിയും കാര്യങ്ങളും പിന്നെ ലൈബ്രറിയിൽ നിന്ന് നമ്മൾ ബുക്സും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടേതായ രീതിയിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പും കാര്യങ്ങളും അതിൽ ഉണ്ടായിരുന്നു. ഈ ഒരു നിമിഷത്തിൽ ഇനി വരുന്ന കുട്ടികൾക്ക്, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി ഡോക്ടറാണെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളും ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ? അതായത് നമ്മൾ എഫേർട്ട് എടുക്കുക, നമ്മൾ ടീച്ചേഴ്സും എല്ലാവരും പറയുന്നത് കേൾക്കുക, അവർ പറയുന്ന രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടേതായ രീതിയിൽ എത്രമാത്രം നമ്മൾ എഫേർട്ട് എടുക്കുന്നോ അത്രയും നമുക്ക് എക്സാം സിമ്പിൾ ആയിരിക്കും, അപ്രോച്ചബിൾ ആയിരിക്കും. ടെൻഷൻ അടിക്കരുത്, അതൊരു മെയിൻ ഫാക്ടറാണ്. എക്സാം കൂളായിട്ട് അറ്റൻഡ് ചെയ്യുക. പഠിക്കാനുള്ള രീതികളെ കുറിച്ച് എങ്ങനെയാണ് സാറിൻ്റെ ഒരു ഹെൽപ്പ്? സാറ് ഞങ്ങൾക്ക് ഓറിയൻറ്റേഷൻ, അതായത് ക്ലാസ് ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു, മോട്ടിവേഷൻ തരുന്നുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് സാറ് ഞങ്ങൾക്ക് ബേസിക്കലി പറഞ്ഞു തരാറുണ്ട് എക്സാം എങ്ങനെയാണ്, എക്സാം നമ്മളെങ്ങനെ അപ്രോച്ച് ചെയ്യണം, പിന്നെ ടെൻഷൻ ആവരുത്, നമ്മൾ കൂളായിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ. അങ്ങനെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെ പഠിക്കണമെന്നും ടൈം ടേബിൾ എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, എത്ര മണിക്കൂർ ഉറങ്ങണം, കറക്റ്റ് നമ്മുടെ ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഇതെല്ലാം ഞങ്ങൾക്ക് സാറ് ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ പ്രാർത്ഥന, താങ്ക്സ്. നമുക്ക് ഇത്രയും ഇനി വരുന്ന കുട്ടികൾക്കായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഇത്രയും ഷെയർ ചെയ്ത് തന്നതിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡോക്ടറായിട്ട് പ്രാർത്ഥന ഈ ക്യാമ്പസിലേക്ക് വീണ്ടും നമുക്ക് കാണാം ഒരുമിച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.